എല്ലാവർക്കും ആദിലക്ഷ്മി കിച്ചൺ വെള്ളയ്ക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് അടിപൊളി സിമ്പിളായിട്ടൊരു തക്കാളി ചോറ് ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് നമ്മളിത് ഒരു പാത്രത്തിൽ വെള്ളമൊഴിച്ച് ഉപ്പിട്ട് നന്നായി തിളപ്പിക്കാനായിട്ട് വിടുക. തിളച്ചതിന് ശേഷം ഞാൻ 2 കപ്പ് ചോറ്, അത് ബസ്മതി റൈസാണ് ഇട്ട് വെക്കുന്നത്, ബിരിയാണി അരി. അന്ന് ഇതുപോലെ വെന്ത് കഴിഞ്ഞാൽ നമുക്ക് അരിച്ച് മാറ്റി വയ്ക്കാം. ഒരു 80 മുതൽ 90% വേവ് വേണം കേട്ടോ. ഇനി ഒരു ചട്ടിയിലോട്ട് നല്ലെണ്ണ ഒഴിച്ച് അതിലോട്ട് കടുക്, പെരുംജീരകം, ഉഴുന്നും പരിപ്പ്, ക്ലാവ്. ഇനി നമുക്ക് 2 സവാള ചെറുതായി കട്ട് ചെയ്തത്, 2 പച്ചമുളക് കട്ട് ചെയ്തത്, അത് വഴണ്ട് വരാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു നല്ല വലിയ തക്കാളി നോക്കിയിട്ട് 5 വലിയ തക്കാളി ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഇനി നന്നായി വേവാൻ വേണ്ടി മൂടി വെച്ച് വേവിക്കുക. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുത്തിട്ടിരിക്കുക. കണ്ടില്ലേ, തക്കാളിയുടെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി നമ്മുടെ തക്കാളിയൊക്കെ ഉടഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് 2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണോളം മുളക് പൊടി, കുരുമുളക് പൊടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. 1/2 ടീസ്പൂണോളം ഗരം മസാല കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുത്ത് ഈ സമയം നമുക്ക് ഉപ്പൊക്കെ കറക്റ്റ് പാകത്തിന് നോക്കാം. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ഒരു 2 തണ്ട് കറിവേപ്പില, മല്ലിയില ചെറുതായി കട്ട് ചെയ്തത് കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. നമ്മൾ എണ്ണയൊക്കെ വിട്ട് വന്ന സ്റ്റേജ് ആയിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കുക. കണ്ടില്ലേ, അരി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈ മസാലയിൽ കിടന്ന് നമ്മുടെ ഈ ചോറ് നന്നായി മിക്സ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തീ കുറച്ച് വെച്ചിട്ട് അങ്ങനെ തന്നെ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 മുതൽ 5 മിനിറ്റ് വരെ അങ്ങനെ തന്നെ വേവിച്ച് മൂടി വെച്ച് വേവിക്കാം. 5 മിനിറ്റിന് ശേഷം നമുക്കതെടുത്ത് ചൂടാറാനായിട്ട് അങ്ങനെ തന്നെ എടുക്കാൻ പാടില്ല. നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് എടുത്താൽ മതി. അപ്പോൾ നമുക്കതൊരു പാത്രം കൊണ്ട് മൂടി വെച്ച് ഇരിക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് അടിപൊളിയായിട്ട് തക്കാളി ചോറ് റെഡി ആയിട്ടുണ്ട്. അത് കുറച്ച് നേരം ചൂടാറാൻ വെച്ച് കഴിക്കുമ്പോഴാണ് ഈ തക്കാളി ചോറ്, ലെമൺ റൈസ്, പുളിസാദം ഇതിനൊക്കെ ടേസ്റ്റ് കൂടുക. അപ്പം ഇങ്ങനെ കഴിച്ചു നോക്ക്, സിമ്പിളാണ്, ഒരു കറിയും വേണ്ട. ഇതുപോലെ പപ്പടവും അച്ചാറുണ്ടെങ്കിൽ ആഹാ എന്ന് പറയാം. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ ഫ്രണ്ട്സ്.